ഇന്നലെ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇരട്ട മുഖവും കണ്ടു, ഇരട്ടത്താപ്പ്. അതായത് രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവുകളോടുകൂടി വെളിപ്പെടുത്തലുകൾ നടത്തി. ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ. അത് തെളിവുകൾ, ഡേറ്റകൾ സഹിതമാണ്. പക്ഷേ മിനിയാന്ന് അനുരാഗ് ഠാക്കൂർ, BJP നേതാവ്, 54 മണ്ഡലങ്ങളിൽ ക്രമക്കേടുണ്ട്. അതായത് വയനാട്, റായ്ബറേലി, കനൌജ്, ഡയമണ്ട് ഹാർബർ, അതൊക്കെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാക്കൾ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജി, കനൌജിൽ അഖിലേഷ് യാദവ്, ഇവരൊക്കെ മത്സരിച്ചു ജയിച്ച സ്ഥലങ്ങളിലാണ് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആദ്യത്തെ 1-2 ദിവസം കമ്മീഷൻ ഔപചാരികമായി മിണ്ടിയില്ലെങ്കിലും അവരാവശ്യപ്പെട്ടത് എന്തായിരുന്നു? സത്യപ്രസ്താവനയോടുകൂടി തെളിവുകൾ ഹാജരാക്കണം, അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ സത്യപ്രസ്താവനയോടുകൂടി ഹാജരാക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പം ഈ അനുരാഗ് ഠാക്കൂർ കൊണ്ടുവന്ന ഈ കണക്കുണ്ടല്ലോ, അതിന് സത്യപ്രസ്താവനയും പരാതിയും തെളിവൊന്നും വേണ്ടേ ഇലക്ഷൻ കമ്മീഷന്? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്?